ചങ്ങായിമാരെ, ഇന്നലെ KSRTC ബസ്സിൽ ഒരു പെൺകുട്ടി പിന്നെ അടുത്തിരിക്കുന്ന ഒരാളുടെ വീഡിയോ എടുത്ത് മുട്ടിയെന്നും പറഞ്ഞ് വീഡിയോ എടുത്ത ഒരു ഇഷ്യൂവിനെ കുറിച്ചിട്ട് ഫേസ്ബുക്കിൽ ഒരുപാട് റിയാക്ഷൻസ് വന്ന്. അതൊക്കെയെന്ന് വെച്ചാൽ പിന്നെ ആ പെൺകുട്ടിക്ക് എതിരെയാണ്. അതുകൊണ്ട് വളരെ നന്നായി. കാരണം എന്ന് വെച്ചാൽ മാസ്ക് ഇട്ടിട്ട് പിന്നെ ആൾക്കാർക്ക് തിരിയാതിരിക്കാൻ വേണ്ടി, ആരാന്ന് തിരിയാതിരിക്കാനും പിന്നെ വൈറലാവാനും, അതായത് ആ പെൺകുട്ടിക്ക് കൂടുതൽ സപ്പോർട്ട് കിട്ടാനും വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആണെന്ന് ഞാൻ രാവിലെ പറഞ്ഞിരുന്നു. കാരണം എന്ന് വെച്ചാൽ അതിൽ അവർ മുട്ടുന്നതായിട്ടുള്ള ഒരു ഇതുമില്ല. കാരണം എന്ന് വെച്ചാൽ 2 സീറ്റ്, രണ്ടാൾക്ക് മാത്രം ഇരിക്കേണ്ട സീറ്റാണെങ്കിൽ അതിൽ അങ്ങനെ മുട്ടിയിട്ടേ ഇരിക്കാൻ പറ്റൂ. ഏത് ബസ്സിലാണെങ്കിലും അങ്ങനെ മുട്ടിപ്പോവും. സാധാരണ പെണ്ണുങ്ങളെടുത്ത് ആണുങ്ങൾ ഇരിക്കാത്തത് ഈ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് മാത്രം. പക്ഷേ ആണുങ്ങളെടുത്ത് പെണ്ണുങ്ങൾ വന്നിരിക്കുന്നുണ്ട്. പക്ഷേ എന്ന് വെച്ചാൽ ചിലയിടത്ത് ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ എല്ലാവരും അങ്ങനെയാണെന്ന് കരുതാൻ പാടില്ല. നമ്മൾ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഭാവി വെച്ചിട്ട് ഒരിക്കലും കളിക്കാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ അതിലും വലിയ തന്തയില്ലാത്തരം വേറെയില്ല. വൈറലാവാനാണെങ്കിൽ എന്തൊക്കെ വഴികളുണ്ട്. ഇതുപോലെ ബസ്സിൽ കയറിയിട്ട് ഒരു ക്ലാരിറ്റിയില്ല ഫോണും എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ അങ്ങ് പോസ്റ്റ് ചെയ്താൽ അവർക്ക് കൂടുതൽ സപ്പോർട്ട് വരുന്നുള്ള ഞാൻ പറഞ്ഞില്ലേ. ആർക്കാണോ നിയമം അനുകൂലമാകുന്നത് അവിടെ അവർ പല കളിയും കളിക്കും. പല കളിയും കളിച്ചിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ചിലർക്കുണ്ടാവും മറ്റുള്ളവരെ കുടുക്കണം, മറ്റുള്ളവരെ കുടുക്കിയിട്ട് അതിൽ നിന്ന് വൈറലാവണം, അതിൽ നിന്ന് എന്നാ പറയേണ്ട ഒരു സന്തോഷം കണ്ടെത്തുന്ന, സ്വയം ഒരു സന്തോഷം കണ്ടെത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഐ മീൻ സൈക്കോകളായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉള്ളതിന്, അതായത് ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധികളെ വീഡിയോ എടുത്തിട്ട് മുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കൈയിൻ്റെ എന്നാ പറയേണ്ട ഇവിടെ ഒന്ന് ചെറുങ്ങനെ ഒന്ന് മുട്ടിപ്പോയാൽ വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വളരെ എന്നാ പറയേണ്ട ബസ്സിലിരിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ മുന്നേയും ഇതേപോലെ വീഡിയോസൊക്കെ എടുത്തിട്ട് ഏതോ ഒരു പെൺകുട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് അയാളുടെ മുഖം അടക്കം കണ്ടിന്. ഒന്നും ചെയ്യാത്ത നിരപരാധിയായിരിക്കും അയാൾ. അപ്പോൾ അയാൾക്കും പിന്നെ ഇതേപോലെ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യേണ്ടി വന്നു. അതായത് നമ്മളിപ്പോൾ ഒരു ബസ്സിൽ കയറി പോകുമ്പോൾ നമ്മളെന്നാ ഒന്നും ചിന്തിക്കുന്നില്ല, നാളെ നമ്മൾ കുടുങ്ങുമില്ല, ഒന്നും ചിന്തിക്കുന്നില്ല. പലരും പുതിയ വണ്ടി എടുത്തിട്ട്, സ്വന്തം വണ്ടി എടുത്തിട്ട് പോകുന്നതിന് ഒന്നും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇതേപോലെയുള്ള ആൾക്കാരെയൊക്കെ പേടിച്ചിട്ടായിരിക്കും. എനിക്കും ഇതേപോലെ ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. വണ്ടി വാങ്ങിയ ടൈമിൽ ഉണ്ടായിട്ടുണ്ട്. വണ്ടി വാങ്ങിയിട്ട് ബസ്സിൽ വരുന്ന സമയം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു നടന്ന സംഭവം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. കാരണം എന്ന് വെച്ചാൽ എൻ്റെ മനസ്സിനെ അത്രയും വിഷമിപ്പിച്ചൊരു വീഡിയോ ആണ്. വീഡിയോ അല്ല, ഒരു ഇൻസിഡൻ്റാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെയുള്ള ഒരുപാട് ആൾക്കാർ ഇതിനെ റിയാക്ട് ചെയ്താൽ മാത്രം, ഇതിനെതിരെ പ്രതിഷേധിച്ചാൽ മാത്രം, നമ്മൾ ആൺപിള്ളേർ ആണുങ്ങൾ എല്ലാവർക്കും എന്നാ പറയണ്ടേ പിന്നെ എല്ലാവരെയും എന്താ പറയണ്ടേ ചവിട്ടി മിതക്കുന്ന പോലെയാണ്. കാരണം എന്ന് വെച്ചാൽ അവർ വൈറലാവാൻ വേണ്ടിയിട്ട് നമുക്കെതിരെ പിന്നെ എല്ലാവരും കല്ലെറിയുന്ന ഒരു അവസ്ഥ. അതാണ് വെച്ചാൽ ഒരു നിരപരാധി പോലും കുടുങ്ങാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ വന്നിട്ട് പറയുന്നത് ഇതേപോലെയുള്ള തെണ്ടിത്തരങ്ങൾ അനുവദിച്ചുകൂടാ.